കേരളത്തിലടക്കമുള്ള ദേവസ്വം ബോർഡുകൾ പൂട്ടാൻ പോവുകയാണോ? അതാണോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം? കാരണം സുപ്രീം കോടതിയിൽ അടക്കം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ദേവസ്വം ബോർഡുകൾ ആവശ്യമില്ല എന്ന തരത്തിലൊരു നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡുകളൊക്കെ പൂട്ടിപ്പോവില്ലേ? അല്ല, ദേവസ്വം ബോർഡുകൾ പൂട്ടാതിരിക്കുക ചെയ്യുന്നതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25ഉം 26ഉം വ്യാഖ്യാനിച്ചുകൊണ്ടും അതിനെ ആശ്രയിച്ചുകൊണ്ടുമാണ് ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഒരു ദേവാലയവും സർക്കാർ അതിൻ്റെ ഭരണം നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ദേവാലയത്തിൻ്റെ ഭരണം നിയന്ത്രിക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. സർക്കാരിന് ഇടപെടാൻ കഴിയാവുന്നത് അതിൻ്റെ വളരെ സെക്കുലറായിട്ടുള്ള ചില കാര്യങ്ങളിലാണ്. ആ സെക്കുലറായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാം എന്ന് വെച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ ഭരിക്കാനുള്ള രീതിയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കണക്കനുസരിച്ചിട്ട്, ഇത് ഫൈനലല്ല, 1,10,000-ത്തിലധികം ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. തമിഴ്നാട്ടിൽ ഹിന്ദു റിലീജിയസ് ചാരിറ്റി ആൻഡ് എൻഡോമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത്. ആന്ധ്രയിലാണെങ്കിൽ തിരുമല ദേവസ്ഥാനമുണ്ട്, അവരാണ് ക്ഷേത്രങ്ങളെ ഭരിക്കുന്നത്. അതിന് വലിയൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ കേരള ദേവസ്വം ബോർഡുണ്ട്, അവരാണ് പ്രധാന. കേരള ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, പിന്നെ കുടൽമാണിക്യം ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡുകളാണ് ക്ഷേത്രങ്ങളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ കർണാടകയിലുണ്ട്. മുസരിയിൽ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ആക്ട് വെച്ചിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലുണ്ട്, യു പിയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ബീഹാറിലുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്, ഹിമാചൽ പ്രദേശ്. ഇങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ അതാത് പ്രദേശത്തെ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. ഈ നടപടി ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മതപരമായിട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആരാധനാലയങ്ങളുടെ കാര്യത്തിലും സർക്കാർ ഇടപെടരുത് എന്നാണ് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ക്ഷേത്രം നടത്തൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാവുന്നത്? അതെന്തിനാണ് ഗവൺമെൻറ് ഏറ്റെടുക്കണം? അല്ലെങ്കിൽ പള്ളി നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്, മോസ്ക് നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. കാരണം റിലീജിയൻ, അതിന് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്താ ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ റിലീജിയൻ ഓഫ് മൈ കോൺഷ്യൻസ് ആണ്. ഐ ആം ഫ്രീ ടു പ്രാക്ടീസ് എ റിലീജിയൻ ഓഫ് മൈ കോൺഷ്യൻസ്. എൻ്റെ മനസാക്ഷിക്കൊത്ത മതം ആചരിക്കാൻ എനിക്ക് അധികാവകാശം നൽകിയിരിക്കുന്നു. ആ എൻ്റെ മനസാക്ഷിക്കൊത്ത മതം ഞാൻ ആചരിക്കുമ്പോൾ അതെങ്ങനെ ആചരിക്കണമെന്ന് നിയന്ത്രിക്കാൻ സർക്കാരിന് എങ്ങനെയാണ് അവകാശം കിട്ടുക? ആ അവകാശം വ്യക്തികൾക്ക് കിട്ടിയേക്കണതല്ലേ, സ്റ്റേറ്റിൻ്റെ അവകാശമല്ലല്ലോ. സ്റ്റേറ്റ് ആകെ ചെയ്യേണ്ടത് ഇത് എൻഷുർ ചെയ്ത് കൊടുക്കുക, ഇത് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലേ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ സ്റ്റേറ്റിൽ വേറെ ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ മാത്രമൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുകൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ടെമ്പിൾ വർക്ക് ചെയ്യുന്നത്. സർക്കാരിൻ്റെ സംവിധാനത്തിൽ, സർക്കാരിൻ്റെ കീഴിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് എന്തിന്? കാരണം റിലീജിയൻ എന്ന് പറയുന്ന കാര്യം, മതം എന്ന് പറയുന്ന കാര്യം അനുച്ഛേദം 25ഉം 26ഉം അനുസരിച്ച് ഈസ് ബൈ കോൺഷ്യൻസ് എന്നാണ്. എൻ്റെ മനസാക്ഷിക്കൊത്തത് എന്നുള്ള കാര്യം ഒരു പൗരന് വിട്ടുകൊടുത്തിരിക്കെ, ഒരു വ്യക്തിക്ക് വ്യക്തിയല്ല, പൗരന് വിട്ടുകൊടുത്തിരിക്കെ, ആ പൗരൻ്റെ അവകാശമാണത്. ആ പൗരൻ്റെ അവകാശം ഉറപ്പ് കൊടുക്കുക എന്നല്ലാതെ പൗരൻ്റെ അവകാശത്തിൽ കൈകടത്താൻ സ്റ്റേറ്റിന് അധികാരമില്ല. അത് ഉറപ്പാക്കി കൊടുക്കുകയും വേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ ചെയ്യുന്നത് ആ പൗരാവകാശത്തിൽ കൈകടത്തിക്കൊണ്ടാണ്
ഇപ്പോൾ ഈ ദേവസ്വം ബോർഡുകളും ബാക്കിയുള്ള ആക്റ്റുകളും ഒക്കെ നിൽക്കുന്നത്, ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. മാത്രവുമല്ല, ഇതൊക്കെ വലിയ രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലും പല സ്ഥലത്തും നടക്കുന്ന അഴിമതികൾ അറിയുന്നുണ്ട്. ഈ തിരുമല ദേവസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പിടിയുമില്ല. പുറലോകം അറിയുന്നില്ല. ഉടുപ്പി ക്ഷേത്രം, അവിടെ ഇത് എന്താ പറയുക, നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടുത്തെ പ്യൂൺ മുതൽ എല്ലാവരുടെയും കഴുത്തിൽ ഈ കയറിൻ്റെ വലിപ്പമുള്ള സ്വർണ്ണമാല കിടക്കുന്നുണ്ടാകും. ശ്രദ്ധിച്ചറിയാൻ പറ്റും. എല്ലാവരുടെയും കഴുത്തിൽ സ്വർണ്ണം, കയ്യിൽ മോതിരം, അതുമൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ജോലി പൗരന് ഈ അവകാശം ഉറപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഒപ്പം ഇത് ബാക്കി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോഴെന്താ വെച്ചാൽ, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ആരാണ്? സർക്കാരാണ്. അതെന്തൊക്കെ, ഇപ്പോൾ ദേവസ്വം ബോർഡിന് കുറച്ച് ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണം. ദേവസ്വം ബോർഡിന് വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല. വിൽക്കുകയും വാങ്ങുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണ്ടി വരും. അപ്പോൾ ഭരണം അൾട്ടിമേറ്റായിട്ട് ആരുടെ കയ്യിലായിരിക്കുന്നത്? സർക്കാരിൻ്റെ കയ്യിലായിരിക്കുന്നത്. അങ്ങനെ ഇനി ഇന്ത്യയിലാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇത് ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒന്നാണ്. ബാക്കി ഒരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടാറില്ല. പക്ഷേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്നു. അത് അങ്ങനെ ഒരു വൈരുദ്ധ്യം കൂടി ഈ കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ടെന്ന് നോക്ക്. ദേവസ്വം ബോർഡ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ മുഴുവൻ ചുമതലയും ചെന്ന് നിൽക്കുന്ന ആർക്കാണെന്നറിയാമോ? ദേവസ്വം സെക്രട്ടറിക്കാണ്. ഈ ദേവസ്വം ബോർഡിൽ വരുന്ന മെമ്പർമാരെയും പ്രസിഡൻറ്റിനെയൊക്കെ സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ആരാണെന്നറിയാമോ? ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സൂപ്പർ അതോറിറ്റി ഇമ്പോസ് ചെയ്യപ്പെടുകയാണ്. ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലിയ അൾട്ടിമേറ്റ്. ദേവസ്വം അല്ല, മന്ത്രിയല്ല, സെക്രട്ടറിയാണ് പോകുന്നത്. മന്ത്രിക്ക് അവിടെ എത്താൻ പറ്റില്ല. മന്ത്രിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പോയി നിൽക്കാന്നേ പറ്റുള്ളൂ, അവിടെ എത്താൻ പറ്റില്ല. പിന്നെ ദേവസ്വം മന്ത്രിയെ വിളിക്കും. കാരണം ദേവസ്വം മന്ത്രിയും കൂടി വന്നിരിക്കട്ടെ, ഒരു കാര്യമല്ലേ, ഒരു വഴിക്ക് പോയല്ലേ, പിന്നെ അങ്ങേരെ മാത്രമായിട്ട് ഒഴിവാക്കണ്ടെന്നും പറഞ്ഞ് വിളിക്കുന്നതാണ്. വിളിച്ചില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിളിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിയെ. ഇപ്പോൾ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്തോ പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? സ്പെഷ്യൽ ടീം വെച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ നെയ്യുടെ കാര്യത്തിൽ? SIT വേണം, SIT വെച്ചിട്ട് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മന്ത്രി സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർഫിയറൻസ് വരെയാണ്. ആ ഇൻ്റർഫിയറൻസ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം വരുന്നപ്പെടേണ് ഇതിനകത്തൊക്കെ. ആ ക്ഷേത്രം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന കാര്യം ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാണ്? സ്റ്റേറ്റാണ്, സർക്കാരാണ്. അങ്ങനെ സർക്കാർ ആത്യന്തികമായിട്ട് തീരുമാനിക്കേണ്ടതില്ല എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് വലിയ ഇമ്പാക്റ്റ് വരും. ഇപ്പോൾ ഉള്ള ദേവസ്വം സംവിധാനങ്ങൾ മാറ്റിയിട്ട് പകരം എന്തു വരും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പകരം ആരിതൊക്കെ കൈകാര്യം ചെയ്യും? അങ്ങനെ ഒരു കേന്ദ്രീകൃതമായൊരു നിയമമാണോ, അതോ സംസ്ഥാനങ്ങൾക്കാണോ നിയമം നിർമ്മിക്കേണ്ടത്? അങ്ങനെ സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു നിയമം വേണമല്ലോ, നിയമമില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അങ്ങനെ സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ചൊരു നിയമം ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ആ നിയമത്തിനൊരു ഏകീകൃത ഭാവം ഉണ്ടാകുമോ? അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരെണ്ണം, ഇവിടെ എന്താണ് ഈ കേരളത്തിലൊരെണ്ണം, ആന്ധ്രയിലൊന്ന്, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇതാകില്ല. അപ്പോൾ ഏകീകൃതമായ ഒരു നിയമം കേന്ദ്രം കൊണ്ടുവരുമോ?
അതോ അതാത് സംസ്ഥാന സർക്കാരുകൾ ഇതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുമോ? അങ്ങനെ സംസ്ഥാന സർക്കാരുകൾ നിയമം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഏകീകൃതമായ ഭാവം ഉണ്ടാകുമോ? അങ്ങനെ ആ നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ ആ നിയമത്തിൽ ഭക്തജനങ്ങൾ അവരാണല്ലോ ഇത് ഈ ക്ഷേത്രം നിലനിർത്തുന്നവർ. അതെ. ക്ഷേത്രം നിലനിർത്തുന്നത് തന്ത്രിയും ശാന്തിയും ദേവസ്വം ബോർഡും അല്ല. ക്ഷേത്രത്തിന് ചൈതന്യം കൊടുക്കുന്നതും അതിന് ശക്തി പകരുന്നതും എല്ലാം അവിടെ ചെല്ലുന്ന ഭക്ത സഹസ്രങ്ങളാണ്. അവരാണിത് കൊടുക്കുന്നത്. ആയിരങ്ങളാണ് അവിടെ ചെല്ലുന്നത്. അവർ വേറെ ഒന്നുമില്ല, അവരവിടെ പോയിട്ട് ഇങ്ങോട്ട് വരെയാണ്. അപ്പോൾ അവരുണ്ട്, അവരുടെ താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കും? ഇത്തരത്തിലുള്ള ഒരു 100 കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടേണ്ടി വരും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ. പക്ഷെ എന്തായാലും ശരിയാണ്, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും തോന്നിയ രീതിയിലാണ്. തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അത് മാത്രവുമല്ല, ഒരു സെക്കുലർ ഗവൺമെൻറ് പിരിച്ചുണ്ടാക്കുന്ന കാശ് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. ഒപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു സെക്കുലർ ഗവൺമെൻറ് ആക്ടിവിറ്റിക്കും ഉപയോഗിക്കാൻ പാടില്ല. അത് കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെ താമസിയാതെ ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.